ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പത്തിലക്കറികൾ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പത്തിലക്കറികൾ വെക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പത്തില തേടി പോകണമല്ലേ. ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഇവിടെ ഇപ്പോൾ മത്തനില, പയറില, പിന്നെന്താ ഉള്ളത്, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചീര, പിന്നെന്താ തകരയും അതൊന്നുമില്ല കേട്ടോ, ഉള്ളത് എടുക്കാം. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് പത്തില കറികൾ വയ്ക്കാം. കർക്കിടക മാസമായി, ഇന്നിപ്പോൾ 16-17 ആയിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്ക് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇനി വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം കേട്ടോ. ഓക്കെ. അപ്പോഴേ നമുക്കിവിടെ ഒരു മത്തൻ്റെ വള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണത്. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ഗ്രോ ബാഗിലൊക്കെ ആയിട്ടാണ്, ഈ ചാക്കിലും ഗ്രോ ബാഗിലൊക്കെ ആയിട്ടാണ് ഈ മത്തൻ്റെ വള്ളി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു ചാക്കിലാണുള്ളത്, പക്ഷെ എന്നാലും നല്ലോണം നല്ല ഇലകൾ നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്കിതൊന്ന് മത്തനില ഇവിടെ തന്നെ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഇവിടെ ഒരു മത്തനൊക്കെ കായ്ച്ചൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് കൊഴിയാണ് കേട്ടോ. കുറേ നിറച്ചും മത്തൻ്റെ പൂക്കളുണ്ട്, പിന്നെ ആൺപൂക്കളോ കായുള്ള പൂക്കളുണ്ട് എന്തായാലും. അപ്പോൾ അതിന് കൊഴിയാണ്. പക്ഷെ ആൺപൂവ് ഇങ്ങനത്തെ പൂവ് വരുന്നുണ്ട്. കായല്ലാത്ത പൂവുണ്ടല്ലോ, എന്താ പറയുക, പെൺപൂവെന്നോ, അത് ഉണ്ടാവുന്നിട്ടില്ലേനും. അപ്പോൾ ഇത് കൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇല, ഈ മത്തൻ്റെ ഇല നമുക്ക് നുള്ളാം കേട്ടോ. ഇതാണ് നമുക്ക് ഒരില, മത്തൻ്റെ ഇല. 1-2 ഇലയൊക്കെ നമുക്ക് നുള്ളാം. 10 ഒരില കേട്ടോ നമുക്ക്. ഇനി ബാക്കിയുള്ള ഇലയൊക്കെ നമുക്ക് അന്വേഷിച്ച് പോവാം. പിന്നെ ഇവിടെ ചീരേൻ്റെ ഇല ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സത്യത്തിന് മാത്രമേ ചീരയിലൊക്കെ കിട്ടുമോ തോന്നുന്നു. ഇവിടെ ചുവന്ന ചീരേൻ്റെ ഇലയും ഉണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് കുറേശ്ശെ എടുക്കാം. ഈ വീടിൻ്റെ അരികിൽ കൂടെ ഞാൻ ചാക്കിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ചേമ്പുണ്ട് കേട്ടോ, വലിയ ചേമ്പുണ്ട്. പിന്നെ മാങ്ങഞ്ചി ഉണ്ട്, കാവത്തുണ്ട്, ചീര ഉണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ നമുക്ക് ഇതേ കൂടെ ഉണ്ട് കേട്ടോ, ഉണ്ടാവുന്നുണ്ട്. ഇതൊരു ചാക്കിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പച്ചക്കറി വേസ്റ്റും കഞ്ഞിവെള്ളമൊക്കെയാണ് അതിൻ്റെ വളം കേട്ടോ. നമുക്ക് ചീരേൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചീരയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് വള്ളിച്ചീര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലയും നമുക്ക് എടുക്കാം കേട്ടോ. പെരിയല്ലേ തോരനൊക്കെ വെക്കാൻ ഞാൻ ചീരയിലൊക്കെ കൂട്ടി വയ്ക്കുന്നതാണ്. അപ്പോൾ ചീരേൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചീരയാണ്. ഇതാണ് വള്ളിച്ചീര. ഇത് നമുക്ക് പൊട്ടിക്കാം. പത്തല എങ്ങനെ വെക്കാന്ന്, പത്തല തോരൻ അല്ലേ. കുമ്പളം, താള് തകര ഇവിടുന്ന കിട്ടണപ്പോ പത്തല പറഞ്ഞു കൊടുക്കാൻ തകര, പിന്നെ മത്തനും കുമ്പളങ്ങയൊക്കെ പറഞ്ഞില്ലേ, പയറ്, ചീര, മുരിങ്ങ പറ്റില്ല. ഇതിലും മുരിങ്ങ കണ്ടിട്ടില്ല. മുരിങ്ങ ഈ മാസത്തില് ഇലയ്ക്ക് വർഗത്തിന് കൂട്ടാത്രേ, പക്ഷെ ഇലവർഗത്തിൽ കർക്കിടകത്തില് മുരിങ്ങ നന്നല്ല. പിന്നെ കഞ്ഞിത്തൂവല്ലേ, കഞ്ഞിത്തൂവ അതിടാം, അതൊക്കെ ഇടാൻ പറ്റും. പിന്നെ ഏകദേശം 10 ആയിട്ടുണ്ടാവും. പിന്നെ തകര, പിന്നെ എന്താ പറയാ, തവിഴാമ, പിന്നെ അങ്ങനെ 10 ഇലകൾ വേണമല്ലേ. എന്നിട്ട് അതെങ്ങനെ വെക്കുക? അത് നമ്മൾ കാണിച്ചിരുന്നില്ലേ, അങ്ങനെ സാധാരണ നമ്മൾ തോരൻ വയ്ക്കുന്ന പോലെ തന്നെ. പച്ചമുളകും ഒക്കെ പാടെ ചതച്ചിട്ടിട്ട് കടുകും മുളകും വറുത്തരയ്ക്കാൻ ഇടുക, വരട്ടുക. പയറുണ്ടോ? കഞ്ഞിത്തൂവ. പിന്നെ ഇതുണ്ടോ,
കുമ്പളത്തിൻ്റെ ഇല. ഒരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു നിഷ. നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ. അത് ശരി. ശരി, നിഷ വന്നപ്പോഴൊക്കെ അത് കണ്ട്. ഇതാ കുമ്പളം ഒക്കെ ഉണ്ടായിന്. അതിന് കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊടുക്കണം ഞാൻ എപ്പോഴേ കാണണേ. ശരി, അത് നല്ല കാര്യം ചെയ്താലും. രാവിലെ വന്ന് നോക്കിയാനി. അതെ, അപ്പൊ കണ്ടില്ല. ഇതാ അവിടെ ഒരു പൂവലുണ്ടാവുന്നുണ്ട്. അതെ, അതിന് കവർ ഇട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ കുമ്പളത്തിന്റെ ഇല, ചേനയില ഒക്കെ കിട്ടിയിട്ടുണ്ട്. മത്തൻ്റെ പിന്നെ അവിടെ ഉണ്ട്, നമ്മൾ പൊട്ടിച്ച് രാവിലെ. ചേനയില, പയറിൻ്റെ ഇല, തുവയില, കുമ്പളത്തില, പിന്നെ മത്തനില, ചേമ്പിൻ്റെ ഇല, ചീര, മുളകിൻ്റെ ഇല. ചീര 2-3 വിധമുണ്ട്. ചീര ഇങ്ങനത്തെ ചീര ഉണ്ട്, പിന്നെ നമ്മുടെ വേറൊരു ചീര ഉണ്ട്, പിന്നെ ഇത് ചായ മനസ ചീരയാണ്. ഇതും നമ്മുടെ ഈ ചീരയിൽ നിന്ന് തന്നെയാണ്, വലിയ ഇലയെന്ന് മാത്രം. അപ്പോൾ ചുവന്ന ചീര ഉണ്ട്. പിന്നെ ഇത് മുളകിൻ്റെ ഇലയാണ്. അപ്പോൾ ഇത് കോഴക്കട ഇലയാണ്. അങ്ങനെ 10 ഇലകൾ ഉണ്ട്. 10 കൂട്ടല്ലെങ്കിലും 10 ഇലകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ കർക്കിടക 10 ഇല വയ്ക്കുന്നത്. പക്ഷേ 10-ാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടോ, 10-ാം തീയതി ഒക്കെ വെക്കണം, 10-ാം തീയതിൻ്റെ ഉള്ളിൽ വെക്കണം എന്നൊക്കെയാണ് പറയുക. അപ്പം അന്നൊന്നും എനിക്കും ഒഴിവ് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്കത് വെച്ചിട്ട് കാണാം. ഓക്കെ. ഒരു മുറ ഇല ഉണ്ട്. എല്ലാ ഇലകളും നമ്മൾ പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എരിവൊക്കെ കുറച്ച് കൂടുതൽ വേണ്ടതാണേ. അപ്പോൾ നമ്മൾ പച്ചമുളക് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. അധികം എന്ന് പറഞ്ഞാൽ ഒരു 5-8 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എരിവ് വേണം. ഇവിടെ ഉപ്പേരികൾക്കൊക്കെ നല്ല എരിവുണ്ടാവും. എല്ലാ കറികൾക്കും അത്യാവശ്യം എരിവൊക്കെ വേണം. അപ്പോൾ നമുക്ക് പാചകം തുടങ്ങാം. അപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നഞ്ഞി തുടങ്ങാം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ കുറച്ച് കടുകാണ് ഇഷ്ടമുള്ളൂ. കടുക് വല്ലാണ്ട് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നീളത്തിൽ മുറിക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതക്കുകയാണ്. നീളത്തിലിട്ടാണ് ചതയ്ക്കുന്നത്. എൻ്റെ അമ്മി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അമ്മി വേറെ ഉണ്ട് പുറത്തെങ്കിലും എനിക്ക് എളുപ്പപ്പണി ഇതാണ്. ഇതാണ് നമ്മൾ വേഗം ചെയ്യുന്നത്. ഉള്ളി വാടി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെക്കാം. ഇതിൻ്റെ പച്ച മണം പോകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മണമൊക്കെ മാറി നമ്മളതിലേക്ക് ഇല അരിഞ്ഞ് വെച്ച ഇലകൾ ഇടാം കേട്ടോ. ഇലകളിട്ട് ഉപ്പും ചേർത്ത് നന്നായി അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇല ഇളക്കി നോക്കുമ്പോൾ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് നന്നായി വേവിച്ച് എടുക്കാവുന്നതാണ്. ഒരു ഉരുളി നിറയെ ഇല ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങോട്ട് ചുങ്ങി ഇത്ര ആയിട്ടുണ്ട്. ഇനി അത് വെന്ത് കിട്ടിയാൽ നമ്മുടെ 10 ഇലക്കറി റെഡിയായി. 10 ഇലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് 10 ഇലക്കറീനെ പറഞ്ഞു തരുന്നതൊക്കെ 10 ഇലക്കറി 10 ഇലകൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ അടുത്ത വീട്ടിലത്തെ കാമാക്ഷിയമ്മയാണ്. പിന്നെ അവരുടെ മോളുണ്ട്. അപ്പോൾ അവർ ഞാനും കൂടിയൊക്കെ തന്നെയാണ് ഈ ഇലകളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയത്. അത് ജാനുവടുത്തിയാണ്. ജാനുവടുത്തി ഞാനും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ ഈ കേട്ടോ. അപ്പോൾ നമ്മൾ അറിയാത്തതൊക്കെ മറ്റുള്ളവരോട് ചോദിക്കണ്ടേ.
ഒരമ്മയെ പോലെ ഒരമ്മയാണ്, എൻ്റെ അമ്മയെ പോലെ ഒരമ്മയാണ് ഇപ്പോൾ കാമാക്ഷിയമ്മ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അവർ നന്നായി പറഞ്ഞു തരും ചെയ്യും. അതുപോലെ അവർ നല്ല കുക്കിംഗ് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ നമുക്കും ഇന്ന് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ രീതിയിലും ഉപ്പേരി വയ്ക്കാൻ അവരാണ് പറഞ്ഞു തന്നത്, തോരൻ വയ്ക്കാൻ. പിന്നെ അതുപോലെ ഇനി തേങ്ങ ഇട്ടിട്ട് വേണമെങ്കിലും തോരൻ വയ്ക്കാം, അതും ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പത്തില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ അത്. നല്ല സ്വാദുള്ള സാധനമാണ്. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കർക്കിടക മാസത്തിൽ ഇനി 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യണമെന്നൊന്നുമില്ല. കർക്കിടക മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ചെയ്താലും മതി. കഴിയും പോലെ എല്ലാവരും ചെയ്യാം കേട്ടോ. അതാണ് നമ്മുടെ പത്തില കറി. ഓക്കെ.